നമസ്കാരം. നീതിബോധമുള്ള പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് അനീതിക്കെതിരെ പൊതുപ്രവർത്തകർ നടത്തുന്ന അഴിമതിക്കെതിരെ അതിശക്തമായ നിലപാടുകൾ ആര് സ്വീകരിച്ചു കഴിഞ്ഞാലും, അതൊരു പൗരാവകാശത്തിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് ആര് സ്വീകരിച്ചു കഴിഞ്ഞാലും, അത് എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് ഫലമുണ്ടാകും എന്നതിൻ്റെ വ്യക്തമായൊരു ഉദാഹരണവും ഒരു തെളിവ് കൂടിയാണ് കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്ന ആർ ചന്ദ്രശേഖരനെതിരെ ഇപ്പോൾ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാം എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു ഉത്തരവ് എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ദശാബ്ദത്തിൽ അധികമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്ന INTUC നേതാവ് കോൺഗ്രസ് നേതാവുമായ ആർ ചന്ദ്രശേഖരനും അതുപോലെ തന്നെ അതിൻ്റെ MD ആയിരുന്ന KA രതീഷും ചേർന്ന് നടന്നിരുന്ന വൻ അഴിമതി, ഏകദേശം 500 കോടിയോളം രൂപയുടെ അഴിമതിയാണ്. ഇത് വളരെ കാലങ്ങളായി, ഏകദേശം 18 വർഷക്കാലമായി കോൺഗ്രസിൻ്റെ, അതായത് INTUCയുടെ തൊഴിലാളി സംഘടനയുടെ തന്നെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകൻ എന്ന് തന്നെ പറയാം, ഒരു തൊഴിലാളി അതുമായിട്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയും ഏകദേശം 18 വർഷക്കാലമായിട്ടുള്ള ഒരു നിയമയുദ്ധത്തിൻ്റെ ഫലമായിട്ട് അവസാനം ആ കേസ് CBI ഏറ്റെടുക്കുകയും CBI അന്വേഷിക്കുകയും ചെയ്തുവെങ്കിൽ പോലും കൂടെ CBIക്ക് കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. കാരണം കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ സർക്കാരിൻ്റെ അനുമതി വേണമായിരുന്നു. കാരണം സർക്കാർ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഈ രണ്ടുപേരും. ഈ ആർ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി ദീർഘകാലമായിട്ട് കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ട് തുടരുന്ന ഒരു വ്യക്തിയാണ്. INTUCയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം പിണറായി വിജയൻ സർക്കാർ 2 ടേം ഭരിച്ചിരുന്നുവെങ്കിൽ പോലും കൂടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ എല്ലാ ഒത്താശയും ഈ കോൺഗ്രസ് നേതാവായിരുന്നിട്ട് കൂടി ഈ ചന്ദ്രശേഖരൻ നേടിയിരുന്നു എന്നുള്ളത് പത്രമാധ്യമങ്ങളിലൂടെ പൊതുസമൂഹം വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പല കാലങ്ങളായിട്ട് CBI 4 വർഷക്കാലം CBI കേസ് അന്വേഷിച്ച് 4 വർഷം നിരന്തരം സർക്കാരിനോട് ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുന്നതിന്, കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുന്നതിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്തെഴുതിയിരുന്നുവെങ്കിൽ പോലും കൂടെ പിണറായി വിജയൻ സർക്കാർ ഒരിക്കൽ പോലും അനുമതി നൽകിയിരുന്നില്ല. അത് പ്രത്യേകിച്ച് അങ്ങനെ അന്വേഷിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിനകത്ത് തെറ്റില്ല, കുറ്റമില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു കോൺഗ്രസ് നേതാവായിരുന്ന ഈ ആർ ചന്ദ്രശേഖരന് വേണ്ടിയിട്ട് പിണറായി സർക്കാർ പോലും നിലകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെയൊക്കെ നടന്നിരുന്ന ആ ഒരു ചെങ്ങാത്തം, ബൈ എന്നുള്ള ആ ഒരു ചെങ്ങാത്തം വളരെ വ്യക്തമായിരുന്നു. എന്താണെങ്കിലും ശരി, ഈ കഴിഞ്ഞ പ്രാവശ്യം സർക്കാർ മാറിയിരുന്നുവെങ്കിൽ പോലും കൂടെ പുതിയ സർക്കാർ, ഇപ്പോൾ VD സതീശൻ സർക്കാർ പോലും കൂടെ അതിന് അനുമതി കൊടുക്കാനായിട്ട് താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനം ഉണ്ടാവുകയും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ, അതായത് ഇതിന് അനുമതി നൽകാതിരുന്ന വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന PMA മുഹമ്മദ് ഹനീഷിനോട് അതിശക്തമായിട്ട് കോടതി താക്കീത് ചെയ്യുകയും കോടതിയിൽ ഹാജരാവാൻ പറയുകയും ചെയ്തിരുന്നു. പല പ്രാവശ്യം കോടതിയിൽ ഹാജരാവാതിരുന്നെങ്കിൽ പോലും ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു അവധിക്ക് കൃത്യമായിട്ട് കോടതിയിൽ ഹാജരാവണം, ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ട നിലപാടുകളിലേക്ക് കോടതി എത്തേണ്ടതായി വരും എന്ന് കോടതി വാക്കാൽ താക്കീത് നൽകിയതിന് പ്രകാരം കഴിഞ്ഞ അവധിക്ക് ഇദ്ദേഹം വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന PMA മുഹമ്മദ് ഹനീഷ് കോടതിയിൽ ഹാജരാവുകയും താനിപ്പോൾ സ്ഥാനത്തു നിന്നല്ല വേറെ വകുപ്പിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും കൂടെ കൃത്യമായിട്ടും സർക്കാരിനോട് ഒന്നുകിൽ അനുമതി നൽകണം, അതല്ലെങ്കിൽ അതിനുള്ള കാരണം ഇനിയും ബോധിപ്പിച്ചേ അടങ്ങുകയുള്ളൂ എന്ന് കർശന താക്കീതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ, VD സതീശൻ സർക്കാർ കഴിഞ്ഞ ദിവസം അതിന് അനുമതി നൽകുകയും ഇന്ന് അത് ഹൈക്കോടതിയിൽ തന്നെ AG നേരിട്ടെത്തി സർക്കാർ അനുമതി നൽകി, പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുന്നതിനുള്ള അനുമതി നൽകി എന്ന് വാക്കാൽ പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഹൈക്കോടതി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് വാക്കാൽ പറഞ്ഞു, ഓക്കെ, അംഗീകരിക്കുന്നു, പക്ഷേ അത് രേഖാമൂലം സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകി എന്നുള്ളതിൻ്റെ രേഖ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഹാജരാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് 2 ദിവസത്തെ സാവകാശം പറഞ്ഞിരിക്കുന്നു. കോടതി അടുത്ത ബുധനാഴ്ചത്തേക്ക് ആ കേസ് പരിഗണിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു. എന്താണെങ്കിലും ശരി,
ദീർഘകാലം 18 വർഷക്കാലമായിട്ട് ഒരു INTUC പ്രവർത്തകനായിരുന്ന കടകംപള്ളി മനോജ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ പുറകെ പോയിരുന്നതും അതുപോലെ തന്നെ ഇതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് അതിശക്തമായിട്ട് നീങ്ങിയിരുന്നതും അതിൻ്റെ ഫലമായിട്ട് CBI കേസ് അന്വേഷിക്കുകയും കുറ്റപത്രം സമർപ്പിക്കുന്നതിൻ്റെ സാങ്കേതികത്വത്തിൽ ഈ 4 വർഷക്കാലം ഇത് തടഞ്ഞു വെച്ചിരുന്നുവെങ്കിൽ പോലും കൂടെ ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി സർക്കാർ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ R ചന്ദ്രശേഖരനും അതുപോലെ തന്നെ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ MD ആയിരുന്ന KA രതീഷും ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും ഇവർക്ക് മാറി നിന്നേ പറ്റുള്ളൂ. എന്താണെങ്കിലും ശരി, നമ്മൾ പറഞ്ഞു വന്ന ഈ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെയെല്ലാം ഈ സർക്കാർ തലങ്ങളിൽ വമ്പൻ അഴിമതികൾ പലപ്പോഴും നടക്കുന്നുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിക്കഴിഞ്ഞാൽ എതിർ രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ പോലും കൂടെ അതിന് കുട പിടിച്ചു കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. കാരണം ഈ പറയുന്ന വ്യക്തിക്കെതിരെ, അതായത് INTUC നേതാവായിട്ടും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായിട്ടും ഈ R ചന്ദ്രശേഖരൻ എന്ന ഈ ഇത്രയും വലിയ കൊള്ള നടത്തിയ വ്യക്തിക്കെതിരെ പിണറായി സർക്കാർ പോലും അനുമതി നൽകിയിരുന്നില്ല എന്നതിൻ്റെ ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെയെല്ലാം ഈ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഭായി കളിക്കുന്ന ആ ഒരു കളി അത് രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമാണ്. എന്താണെങ്കിലും ശരി, ഹൈക്കോടതിയുടെ ശക്തമായ ഒരു ഇടപെടലിലൂടെ ആ കാര്യത്തിനകത്തൊരു അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു, ട്രാക്കിലേക്ക് വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇനിയിപ്പോൾ കേസ് നടപടി, ട്രയലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ ഈ പറയപ്പെട്ട ഏറ്റവും വലിയ പകൽ കൊള്ളക്കാർക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഒരു വ്യക്തി, അതായത് സാധാരണ ഒരു തൊഴിലാളിയാണ് ഈ കടകംപള്ളി മനോജ് എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തി 18 വർഷക്കാലം നിരന്തരമായിട്ട് പ്രയത്നിച്ചതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ R ചന്ദ്രശേഖരനും KA രതീഷ് കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ MDയും അതുപോലെ R ചന്ദ്രശേഖരൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ നടപടിയായിട്ട് മുന്നോട്ട് പോയി തന്നെ പറ്റുള്ളൂ, കേസ് നേരിട്ട് തന്നെ പറ്റുള്ളൂ. മിക്കവാറും 1-2 കോടി രൂപയുടെ അല്ല, 500 കോടി രൂപയുടെ അഴിമതിയാണ് സാധാരണക്കാർക്ക് കിട്ടേണ്ട പണം, അല്ലെ സാധാരണക്കാരൻ്റെ പണം. നമുക്കറിയാം, സർക്കാരിൻ്റെ അധീനതയിൽ അനേകം സ്ഥാപനങ്ങളുണ്ട്, അനേകം കോർപ്പറേഷനുകളുണ്ട്. ഈ കോർപ്പറേഷൻ തലപ്പത്തെല്ലാം ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരെ അതാത് ഭരണകാലഘട്ടത്തിൽ വരുന്ന ഭരണകക്ഷികൾക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കും. ഓരോരുത്തരും ഇങ്ങനെ ചെയർമാൻമാരായിട്ടിരുന്നിട്ട് ആ സ്ഥാപനത്തെ കൊള്ളയടിച്ച് മുടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇന്ന് സർക്കാരിൻ്റെ അധീനതയിലുള്ള പല കോർപ്പറേഷനുകളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്രയോ കോർപ്പറേഷനുകളാണ് വമ്പൻ നഷ്ടത്തിൽ പോകുന്നത്. ഇതെല്ലാം സാധാരണക്കാരൻ്റെ പണമാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം പോലും കൂടെ കോതമംഗലംകാരനായ ഒരു കുടുംബം, അവർ പിറവം മൂവാറ്റുപുഴയാറിൽ ജീവിതം അവസാനിപ്പിച്ച് ഒരു അന്ധയായ ഭാര്യയും അതുപോലെ തന്നെ 7 വയസ്സായ ഒരു കുട്ടിയും 2 വയസ്സായ ഒരു കുട്ടിയുമായിട്ട് ഒരു കുടുംബനാഥൻ ജീവിക്കാൻ മാർഗമില്ലാതെ, കിടക്കുന്നിടത്ത് വാടക കൊടുക്കാൻ മാർഗമില്ലാതെ അവർ ഒരു ജീവിതം അവസാനിപ്പിച്ച കഥ അത് ഈ തൊട്ടടുത്ത ദിവസങ്ങളിലുണ്ടായതാണ്. വാർത്താമാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും അത് കാര്യമായിട്ട് വലിയ റിപ്പോർട്ടിംഗ് ഒന്നും വന്നില്ല. കാരണം വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നത്. ഇവരുടെയൊക്കെ മരണത്തിന് ഉത്തരവാദി സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ ഭരണ നിയമ സംവിധാനങ്ങളല്ല. എത്രയോ നേതാക്കന്മാരിങ്ങനെ കോടാനുകോടികൾ കൊള്ളയടിച്ച് മാറ്റുന്നു. ഈ പാവങ്ങൾക്കൊരു കിടപ്പേടം കൊടുക്കാനായിട്ട്, അവർക്കൊരു നേരത്തെ ആഹാരത്തിനുള്ള വക കൊടുക്കാനായിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ അധികാര സ്ഥാനങ്ങളിൽ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ എതിരെ ശബ്ദിക്കുന്നവരുടെ ശബ്ദം പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ്. കാരണം ഈ ഒരു വാർത്തയ്ക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവമാണ്. കാര്യമായിട്ടും മറ്റു വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഈ 4 പേര് ആ പുഴയിൽ ജീവിതം അവസാനിപ്പിച്ച ആ ഒരു സംഭവം, അതിനെപ്പറ്റി ആരെങ്കിലും കാര്യമായിട്ട് എവിടെയെങ്കിലും ശബ്ദിച്ച് കേട്ടോ? ഏതെങ്കിലും നേതാക്കന്മാർ ശബ്ദിച്ച് കേട്ടോ? നിയമസഭയിൽ അതിനെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞു കേട്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഏതെങ്കിലും MLAയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ടോ? അകപ്പാടെ കോതമംഗലം SHO അവർക്ക് പുനരധിവാസത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു കേട്ടു എന്നുള്ളതിൽ കഴിഞ്ഞ്
എന്താണെങ്കിലും ശരി, അവർക്ക് ജീവിക്കാൻ പറ്റാതെ വന്ന ഒരു സാഹചര്യത്തിലായിരിക്കണല്ലോ നിങ്ങൾ ആ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാർ വമ്പൻ കൊള്ളകൾ നടത്തുമ്പോൾ ആ കൊള്ളകൾ അറുതി വരുത്താനായിട്ട് നിലവിലുള്ള സർക്കാർ അനുമതി കൊടുക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടി വരുമ്പോൾ എല്ലാവരും കൂടി കൊള്ളയടിച്ച് കൂട്ടുന്നു എന്നുള്ളൊരു പ്രതീതി പൊതുസമൂഹത്തിലേക്ക് നൽകുന്ന ഒരു സന്ദേശമായിരുന്നു. എന്താണെങ്കിലും അതിന് ഒരു അറുതി വന്നിരിക്കുന്നു. കാരണം ഹൈക്കോടതി കൂച്ചുവിലങ്ങിട്ടതോടുകൂടി ഇവർക്ക് അനുമതി കൊടുക്കേണ്ടി വന്നു. ഇപ്പോഴത്തെ സർക്കാരിനാണെങ്കിൽ അനുമതി കൊടുക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ ആർ ചന്ദ്രശേഖരനും കെ.എ. രതീഷും എന്തായാലും നിയമ നടപടി നേരിടും. വളരെ നല്ലൊരു കാര്യമാണ്. എന്തായാലും അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച ആ ഒരു വ്യക്തി, അതായത് ഒരു തൊഴിലാളിയാണ് കടകംപള്ളി മനോജ് എന്ന വ്യക്തിയെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നന്ദി.